ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇവിടെ കുഴപ്പമൊന്നുമില്ലാണ്ട് തന്നെ പോകുന്നു കേട്ടോ. ഇന്ന് വിദ്യാഭ്യാസ ബന്ധമായതുകൊണ്ട് മക്കൾക്ക് സ്കൂളില്ല, പക്ഷേ ട്യൂഷന് പോകണം. അങ്ങനെ ട്യൂഷന് പോകാൻ നേരത്ത് ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ ദോശ. അപ്പോൾ നിങ്ങൾ വരിക 2-3 ദിവസം കൊണ്ട് ദോശയല്ലേ ഈ അരച്ച് വെച്ച മാവ് എങ്ങനെയാണ് കളയുന്നത്? കാര്യം ഉഴുന്നിനൊക്കെ നല്ല വിലയല്ലേ. അങ്ങനെ ദോശയൊക്കെ ഉണ്ടാക്കി മോനെ പറഞ്ഞു വിട്ടു കേട്ടോ. അല്ല കഴിപ്പിച്ചിട്ട് മോനെ പറഞ്ഞിടും. അപ്പോൾ നോക്കിയപ്പോൾ അടുക്കളയിൽ നിന്നാണ് ഈ കാഴ്ചകളൊക്കെ കാണുന്നത്. പുറത്തോട്ടൊക്കെ എത്തി നോക്കി. അപ്പോൾ നല്ല അന്തരീക്ഷമാണ്, ഇന്ന് വെയിൽ കാണുമെന്ന് വിചാരിച്ചു. എന്നിട്ട് ഇന്ന് എന്താ കറി വയ്ക്കുക? ഒരു ചെറുപയർ തോരനാക്കാമെന്ന് വിചാരിച്ചേ. ഞാൻ ഈ വെക്കുന്ന ചെറുപയർ തോരൻ ഒരു ചെറിയൊരു വ്യത്യാസമായ രീതിയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ദേ കിടക്കുന്നു. ഇതെല്ലാം പയർ കഴുകി അടുപ്പത്ത് വെച്ചത് മാത്രം അറിയാം. പെരുമഴയെന്ന് വെച്ചാൽ ആ മഴ കാണുമ്പോൾ തന്നെ അറിയത്തില്ലേ, അന്തരീക്ഷത്തിനൊക്കെ വെട്ടമുണ്ട്, എന്നാലും അത് പെയ്യുമോ തകർത്ത്. അപ്പോൾ ഇന്നും ആകെ ഇത് തന്നെയാണെന്ന് വിചാരിച്ചിട്ട് ഒരു വല്ലാത്തൊരു മഴ പെയ്തു കഴിഞ്ഞാൽ, സ്ഥിരം പെയ്തു കഴിഞ്ഞാൽ വല്ലാത്തൊരു ഇതല്ലേ. വീടിന് പുറം വശവും വീടിനകവും തന്നെ ഒരു നമുക്ക് വൃത്തിയാക്കുന്നതിനൊക്കെ ഒരു ഭയങ്കര പാടാണ്. അങ്ങനെ മഴയൊക്കെ കണ്ടുകൊണ്ട് ഞാൻ അടുപ്പിൻ്റെ മൂട്ടിൽ തന്നെ നിന്നു കേട്ടോ. എന്നിട്ടൊരു ചായ ഇങ്ങോട്ട് കുടിച്ചു. ആ മഴയത്തില്ലേ, അപ്പോൾ ചായയും കുടിച്ചുകൊണ്ട് ആ സിറ്റോട്ടിൽ പോയി കുറച്ച് നേരം ഇരുന്നു കേട്ടോ. പിന്നെ എന്ന് ചോദിച്ചാലുണ്ടല്ലോ, ഇന്ന് ഞാനും എൻ്റെ കുടുംബവും ഒരു ആഘോഷത്തിൽ പങ്കുചേരാൻ പോവുകയാണ്. ഞാൻ മാത്രമല്ല കേട്ടോ, ഈ നാട്ടുകാരൊന്നാകെ. ആ ആഘോഷം എന്തെന്നുള്ളത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറയാം കേട്ടോ. അങ്ങനെ ചായയൊക്കെ കുടിച്ച് അവിടെ ഈ കേങ്ങിയിരുന്ന് കുറച്ച് നേരം. അത് കഴിഞ്ഞിട്ടുണ്ടല്ലോ, അടുപ്പത്ത് വെച്ച് പയർ എന്തായെന്ന് ചെന്ന് നോക്കിയപ്പോഴല്ലോ ഒരു പാകത്തിനായിട്ടുണ്ട്. പാകത്തിനെന്ന് വെച്ചാൽ ഒരുപാട് അങ്ങ് വെന്തൊന്നും പോകരുത് കേട്ടോ. ഒരുപാട് വെന്ത് പോയാൽ അത് ടേസ്റ്റ് ഇല്ല, കാര്യം ഒരു കുഴഞ്ഞ് വരുവാവും. അങ്ങനെ ഒരു 3/4 വേവ് വെന്തതിന് ശേഷം നമ്മൾ ഈ അരപ്പരയ്ക്കത്തില്ല, അതിനകത്ത് തേങ്ങ, വെളുത്തുള്ളി, ജീരകം ഇത്രയും ചേർത്തിട്ട് മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് നിറയെ കുരുമുളക്, അതായത് നമുക്ക് ഈ ഇതെടുത്ത് വായി വയ്ക്കുമ്പോൾ നമുക്ക് എരിയണം. ആ കുരുമുളകിൻ്റെ ഒരു എരിയില്ലേ, ആ എരി എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് ഇടരുത് കേട്ടോ. ആ എരി, അതിന് കുരുമുളകും കൂടി ചേർത്ത് വേണം ചതയ്ക്കാൻ. എന്നിട്ട് വ്യത്യസ്തമായ രീതിയിൽ ഞാൻ പറഞ്ഞത് കിടക്കുക. ആദ്യം പയറിട്ടല്ല എടുക്കുന്നത്, കടുക് താളിച്ചു, മറ്റേ ഉഴുന്ന് പരിപ്പിട്ടു. എന്നതിന് ശേഷം ആ ചതച്ച് വെച്ച ആ ഇത് എടുത്തിട്ട് തട്ടി ഒന്ന് ആ പച്ചച്ചുവ മാറുന്നത് വരെ ഒരു 3-4 മിനിറ്റ് ഇളക്കണം കേട്ടോ. സത്യം പറഞ്ഞാൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്യണം, എളുപ്പമാണ്. അത് മാത്രമല്ല, നമ്മൾ ഉണ്ടാക്കുന്ന ഒരു തോരന് ഒരു ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. നമ്മൾ ഞാൻ സാധാരണ അമ്പലത്തിലൊക്കെ പോയി കഞ്ഞി കുടിക്കുമ്പോൾ ഉണ്ടല്ലോ, ഈ പയറ് തോരൻ കഞ്ഞിയിലൂടെ കാണുമ്പോൾ ഈ രീതിയിലാണ് അവർ തരുന്നത്. അത് ഉറപ്പായിട്ട് നിങ്ങളത് ചെയ്യുമ്പോൾ ആ ടേസ്റ്റാണ്. എൻ്റെ അമ്മ ഇത് കണക്ക് ഉണ്ടാക്കി തരും കേട്ടോ. ചൂട് കഞ്ഞിയിലൂടെ കുടിക്കാൻ നല്ല ടേസ്റ്റാണ്. എന്നിട്ട് അത് വെന്തതിന് ശേഷം പയർ കുറച്ചായിട്ടിട്ട് മിക്സ് ചെയ്ത് അങ്ങ് അടച്ച് വയ്ക്കുക, പണി തീർന്നു. നല്ല ഒരു തോരനാണ് കേട്ടോ. എന്നിട്ട് അയില കട്ട് ചെയ്ത് വെച്ചു എന്ന് പറഞ്ഞില്ല, ഇന്നലെ ഏട്ടൻ വന്നപ്പോൾ അയില വാങ്ങിച്ചുകൊണ്ട് വന്നെന്ന് പറഞ്ഞു. അങ്ങനെ അതെടുത്തങ്ങ് വറുത്തോട്ടെ. വീട്ടിലെ മോണിറ്ററാണ്, അത് ഇപ്പോൾ വർക്കാവുന്നില്ല. മുമ്പ് ഒരു വീഡിയോയിൽ കാണിച്ചു, ഓൺ ചെയ്ത് കുറേ നേരം ഇടുമ്പോൾ 1 മണിക്കൂർ 2 മണിക്കൂർ കഴിയുമ്പോഴാണ് വർക്കാവുന്നത്. എന്നിട്ടുണ്ടല്ലോ, ഞാൻ വേഗം പോയി കുളിച്ചൊക്കെ വൃത്തിയായി കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഒരു ആഘോഷത്തിന് പോവുകയാണെന്ന്. ദേ കണ്ടില്ലേ, ഇത് ഞങ്ങളുടെ നാട്ടിലെ പുതിയ അംഗൻവാടി കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനമാണ്. മുമ്പൊരു വീഡിയോയിൽ ഞാൻ ചെയ്തിരുന്നു. എന്നിട്ട് ഞാൻ പറയുകയും ചെയ്തിരുന്നു, ഇനി അടുത്ത വീഡിയോയിൽ ഞാൻ പുതിയ കെട്ടിടത്തിൽ വെച്ചായിരിക്കും എടുക്കുന്നതെന്ന് കേട്ടോ. അങ്ങനെ ഈ ആകെ ഞങ്ങൾ ആഘോഷിച്ചു കേട്ടോ. നമ്മുടെ കുഞ്ഞു മക്കൾ സുരക്ഷിതമായി ഇരിക്കണ്ടേ, അവർ ഏറെക്കാലം കാത്തിരുന്ന ഒരു ഇതാണ് കേട്ടോ ഇപ്പോൾ ഞങ്ങൾക്കും ഈ നാടിനും ഒന്നാകെ കിട്ടിയിരിക്കുന്നത്. ചെണ്ടമേളവും നിറയെ മുത്തുക്കുടയും പിന്നെ കുഞ്ഞു മക്കളും എല്ലാം ചേർത്ത് ഒരു ഘോഷയാത്രയിൽ തന്നെയായിരുന്നു കേട്ടോ. അതിൽ ഞാനും പങ്കുചേർന്നു. ഇടയിലൂടെ കയറി, ഈ അമ്പലങ്ങളിലേക്ക് ഉണ്ണാൻ നിൽക്കുമ്പോൾ ഇടയിൽ കയറത്തില്ലേ ലൈനിൽ, അതേപോലെ ഞാനും കൂടെ ഇടയിൽ കയറി കേട്ടോ. മോനൊക്കെ മുന്നേ പോയി നമ്മുടെ ഈ നാടാകെ ഒന്ന് ആഘോഷിക്കുകയാണ് കേട്ടോ. ചെറിയ ആഘോഷമൊന്നുമല്ല, ഇത് വർഷങ്ങളോളം കാത്തിരുന്ന ഒരു ആഘോഷം തന്നെയാണ് കേട്ടോ. നമ്മളെ മെമ്പറൊക്കെ നേരിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, വരണം ഈ ആഘോഷത്തിലൊക്കെ പങ്കെടുക്കണം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളങ്ങനെ നടന്ന് ജാഥ പോലെ. ഇത് എൻ്റെ വീടിനും ഫ്രണ്ട് ഭാഗമാണ് കേട്ടോ. അങ്ങനെ ഈ വരുന്നവരെല്ലാം നമ്മുടെ സ്വന്തം നാട്ടുകാരും ബന്ധുക്കളും കൂട്ടുകാരും കൊച്ചുമക്കളും എല്ലാവരും ഉണ്ട് കേട്ടോ. അങ്ങനെ ഈ ആഘോഷത്തിൽ പങ്കെടുത്ത് ഞാനും അതിൻ്റെ കൂടെ അങ്ങ് നടന്നു കേട്ടോ. സ്വന്തമായ ഒരു അംഗൻവാടി കെട്ടിടത്തിന് വസ്തു വിട്ടു നൽകിയ കുടുംബത്തിനും ഞങ്ങൾ ഇതോടുകൂടി ഹൃദയം നിറഞ്ഞ് നന്ദി അറിയിച്ചു കൊള്ളുന്നു കേട്ടോ. എൻ്റെയും അല്ല, എല്ലാവരുടെയും. കാര്യം ഈ നാട്ടിൽ എൻ്റെ മക്കളും കല്യാണമൊക്കെ കഴിച്ച് ഭാവിയിൽ അവർക്ക് ഒരു കുട്ടിയൊക്കെ ആയി കഴിയുമ്പോൾ അവരുടെ കുട്ടികളും സുരക്ഷിതമായി തന്നെ വളരണ്ടേ. ഇപ്പോൾ നമ്മൾ ന്യൂസിലൊക്കെ കണ്ടിട്ടില്ലേ, കാര്യം കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് ഓട് വീണെന്നും അങ്ങനെ കഴുക്കോല് പൊട്ടി വീണെന്നും കുട്ടിയുടെ തലയിൽ വീണെന്നും ഒക്കെ പറഞ്ഞില്ല. അപ്പോൾ സുരക്ഷിതത്വമാണ് എല്ലായിടവും നമ്മൾ മുൻകൈയായിട്ട് നോക്കുന്നത്. ഒരു കുട്ടിയെ ആക്കുമ്പോൾ അത് സുരക്ഷിതത്വത്തിൻ്റെ ഇതിലല്ലേ നമ്മളാക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച വാർഡ് മെമ്പറേയും അതിനെ കണക്ക് തന്നെ പ്രയത്നിച്ച ടീച്ചറേയും 2 ടീച്ചർമാരെയും ഇതിനോട് ചേർത്ത് പറയണം കേട്ടോ. അങ്ങനെ കുഞ്ഞു മക്കളെല്ലാം ചേർന്ന് നിന്ന് ആ കെട്ടിടത്തിലോട്ട് കയറിയിട്ട്, അംഗൻവാടിയിലോട്ട് അകത്തോട്ട് കയറി നിന്ന് എടുക്കാൻ പറ്റിയില്ല. അവിടെ കുറച്ച് തിരക്കായതുകൊണ്ട് പുറത്ത് നിന്നാണ് കണ്ടത് കേട്ടോ.
അവിടെ വന്നവർക്കെല്ലാം മധുരവും നൽകി കേട്ടോ. അതെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ടുണ്ടല്ലോ, ഞാൻ മീൻകറിയൊക്കെ ഉണ്ടാക്കിയല്ലോ, അതെല്ലാം കൂട്ടി ചേട്ടന് ചോറൊക്കെ കൊടുത്തിട്ട് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തപ്പോൾ ചേട്ടൻ പറഞ്ഞു, വാ നമുക്ക് പുറത്തോട്ട് പോവാം. ഇന്നത്തെ ഈ കലാപരിപാടി 2-3 ദിവസം തൊട്ട് ഇത് തന്നെയാണ് നടക്കുന്നത് കേട്ടോ. അങ്ങനെ ഇറങ്ങിയപ്പം പേഴ്സ് എടുക്കാൻ പറഞ്ഞു. അങ്ങനെ വീണ്ടും തുറന്നു കയറി അങ്ങനെ ഞങ്ങൾ പോയി. ഇന്ന് കുറച്ച് നേരത്തെയാണ് കേട്ടോ ഇറങ്ങിയത്. കാര്യം സാധാരണ ഞങ്ങൾ പോകുന്നതെല്ലാം സന്ധ്യയ്ക്ക് ശേഷമാണ് കേട്ടോ. ഇന്ന് കുറച്ച് നേരത്തെ ഇറങ്ങാമെന്ന് കരുതി അങ്ങനെ പോയി. ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തു വച്ചിട്ടുണ്ടല്ലോ, ഒരു 7-8 വർഷമായി കേട്ടോ. അത് എന്താണ് കൈ തെളിഞ്ഞ് നോക്കാമെന്നല്ലോ എന്ന് കരുതി പോവുകയാണ് കേട്ടോ. ഞാൻ ഓട്ടിക്കുമായിരുന്നു, പക്ഷേ കുറച്ച് നാൾ എടുക്കാതിരുന്നപ്പോൾ എനിക്കെന്തോ ഒരു മടി പോലെ. അങ്ങനെ ആ മൈതാനത്ത് നിന്നപ്പോൾ ഉണ്ടല്ലോ നല്ലൊരു വ്യൂ, അത് ഞാനൊന്ന് പകർത്തിയതാണ് കേട്ടോ. അങ്ങനെ ഒരു ഫോട്ടോയൊക്കെ ഞാൻ വീടിനൊക്കെ ആയിട്ടൊന്ന് എടുത്ത് അതൊക്കെ കഴിഞ്ഞ് ഒന്ന് ഓട്ടിച്ചൊക്കെ നോക്കിയിട്ട് അപ്പോൾ എടുത്തിട്ട് പഠിപ്പിക്കുന്ന ചേച്ചി പറഞ്ഞു, ഇതെന്താ കുഴപ്പം, ഓട്ടിക്കുന്നുണ്ടല്ലോ. ഞാൻ പക്ഷേ ഓട്ടിക്കുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. നല്ലവണ്ണം പഠിച്ചു കഴിഞ്ഞിട്ട് ഓട്ടിക്കുന്ന വീഡിയോ എടുക്കാം. അങ്ങനെ കുറച്ച് നേരം ചേച്ചിമാരൊക്കെ ആയിട്ട് സംസാരിച്ചു കേട്ടോ. ഈ സമയത്തായപ്പോൾ വലിയ തിരക്കൊന്നുമില്ല, അതുപോലെ വെയിലും ഇല്ലല്ലോ. അങ്ങനെ കുറേ നേരമൊക്കെ അവിടെ ഇരുന്നതിന് ശേഷം ചേട്ടൻ പറഞ്ഞു, എന്നാൽ പിന്നെ വീട്ടിൽ പോകാം. അപ്പം മക്കൾ പറയാൻ വെച്ചാൽ നമുക്ക് വീണ്ടും ബീച്ചിൽ പോകാമെന്ന്. 2 ദിവസം പോയി എന്നിട്ടും പറ്റുന്നില്ല. അങ്ങനെ ഞാൻ പറഞ്ഞപ്പോൾ നമുക്ക് തങ്കശ്ശേരി ലൈറ്റ് ഹൗസിൻ്റെ അടുത്തോട്ട് പോകാമെന്ന് കേട്ടോ. അങ്ങനെ അവിടെ ചെന്നപ്പോൾ ഉണ്ടല്ലോ, കയറുന്നതിനും ഫീസ്, പാർക്ക് ചെയ്യുന്നതിനും പേ ചെയ്യണം. അതെല്ലാം കഴിഞ്ഞ് നോക്കിയപ്പോൾ അവിടെ മൊത്തം പട്ടി. എന്നാൽ പിന്നെ അതിനെയൊക്കെ ഒന്ന് ഒട്ടിച്ച് കളയാൻ അതൊന്നും ചെയ്യുന്നില്ല. നോക്കിയപ്പോൾ ഒരൊറ്റ ആളില്ല. അവിടെ ഓരോരോ ആൾ. പിന്നെ ഒരു 2-3 ഐസ്ക്രീമൊക്കെ വാങ്ങിച്ച് കഴിച്ച് അവിടെ കുറേ നേരം ഇരുന്നു. അവിടെ നോക്കിയാൽ ഒറ്റ ആളും ഇല്ല. സാധാരണ ഈ സമയത്തൊക്കെ തൊട്ടിപ്പുറത്ത് കടലാണ്, ആരും തന്നെ ഇല്ല കേട്ടോ. ലൈറ്റ് ഹൗസിലൊന്നും കയറാൻ പറ്റില്ല, 6 മണിയാകുമ്പോൾ അത് ക്ലോസ് ചെയ്യുമെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ കുറേ നേരം അവിടെ ഇരുന്നത്. ഒരുത്തനാണെങ്കിൽ എൻ്റെ മോൻ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടുന്ന കാര്യം, അതിനകത്തെല്ലാം വെറുതെ കിടക്കുകയാണ്, ആരും ഇല്ലല്ലോ. അങ്ങനെ പതുക്കെ വന്നിട്ടുണ്ടല്ലോ നേരെ മീൻ വാങ്ങിക്കാനൊന്ന് കയറി കേട്ടോ. എല്ലാത്തിനും ഇച്ചിരി റേറ്റ് കുറവാണെന്ന് തോന്നുന്നു. എനിക്കൊന്ന് മീനിൻ്റെ സീസൺ ആയിരിക്കാം അല്ലേ, എനിക്കറിയത്തില്ല. നെമ്മീൻ വാങ്ങിച്ചു കേട്ടോ. അങ്ങനെ ഞാൻ പറഞ്ഞു കട്ട് ചെയ്തും കൊടുത്താൽ, അപ്പം നമ്മൾ കട്ട് ചെയ്താലുണ്ടല്ലോ ആ ഒരു ക്ലിയറായിട്ട് ആ പീസ് കിട്ടത്തില്ല. അങ്ങനെ ഞാൻ പറഞ്ഞു കട്ട് ചെയ്ത് വാങ്ങിച്ചു. ആ കട്ട് ചെയ്യുന്നത് തന്നെ കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമായിട്ട്. നമ്മൾ എത്ര ഇനി മൂർച്ചയുള്ള പിച്ചാത്തി വെച്ചിട്ടാണെങ്കിലും അങ്ങനെ കട്ട് ചെയ്യാൻ പറ്റത്തില്ല. തലയൊക്കെ നിമിഷം കൊണ്ടാണ് കട്ട് ചെയ്ത് കളയുന്നത്. അങ്ങനെ പിന്നെ സവാള വാങ്ങിച്ചു. ഇപ്പോൾ സീസണല്ലേ സവാള. പിന്നെ ചേട്ടൻ അതിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ ഒരു പയ്യൻ ആപ്പിൾ ഫ്രൂട്ട്സൊക്കെ ഇട്ട് വിറ്റു. അങ്ങനെ ആപ്പിളും പിന്നെ പഴമൊക്കെ വാങ്ങിച്ചു കേട്ടോ. ഏത്തക്ക അന്നത്തെ കിടക്കുന്ന പച്ച ഏത്തക്കയാണ് ഞാൻ വാങ്ങിച്ചത്. കാര്യം മൊത്തത്തിലങ്ങ് പഴുക്കത്തില്ലേ. അങ്ങനെ മൊത്തത്തിലൊരു തലവേദനയായിരുന്നു കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു എനിക്കൊരു ചായ വാങ്ങിച്ചതാ എന്ന് പറഞ്ഞ് ഞങ്ങൾ ചായയൊക്കെ കുടിച്ചു കേട്ടോ. മക്കൾക്ക് 2 കോഫി വാങ്ങിച്ചു കൊടുത്തു. അങ്ങനെ ചായയൊക്കെ കുടിച്ച് കുറച്ച് നേരം അവിടെ ഇങ്ങ് നിന്നു കേട്ടോ. ആ റോഡിൽ ചായ മതിയോ, നമുക്ക് ഹോട്ടലിൽ കയറി ഫുഡ് കഴിക്കാമെന്നൊക്കെ ഏട്ടൻ പറഞ്ഞു കേട്ടോ. ഞാൻ പറഞ്ഞു വേണ്ട, 2 ദിവസം കൊണ്ട് നല്ല പോളിങ്ങാണ്, അതുകൊണ്ട് നമുക്ക് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് മതി ഇനി ആ കലാപരിപാടി എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ വീട്ടിൽ വന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.